ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഞങ്ങളുടെ ഇന്ന് 4th ഡേ ആണ്. സത്യത്തിൽ 4 ദിവസമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഹോജ്മൻ സിറ്റി ഇല്ല. പക്ഷെ ഞങ്ങളൊരു കംഫർട്ട് ട്രാവലിന്റെ ആൾക്കാരായതുകൊണ്ട് ഒരു സിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ വെൽ പ്ലാൻഡ് ആയിട്ട് ലൈക്ക് ഒരു അടുത്ത സിറ്റിയും കൂടെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു 3-4 സിറ്റിയൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസം കൂടെ കൂടുതലെടുത്ത് വന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞങ്ങൾ ചുമ്മാ ഹോജ്മൻ സിറ്റി മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇന്ന് ഞങ്ങൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ ജസ്റ്റ് റെഡിയായി റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് വേറൊരു റൂമിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്. വേറൊരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ പുതിയ എക്സ്പ്ലോറിങ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ആദ്യം സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴെൻ്റെ ഞങ്ങളുടെ അടുത്ത് ലഗേജ് ഈ ബുക്കും ഇതെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്തത് റിസ്ക്കാണ്. അപ്പോൾ അനസിക പറഞ്ഞു പുള്ളി സ്കൂട്ടറിൽ വരാം, ഞാൻ ക്യാബിൽ കയറിയിട്ട് ഹോട്ടൽ ലൊക്കേഷനിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ കടകളിൽ കൂടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. നമ്മൾ ലൈക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചായക്കടയൊക്കെ പോലെ കാണുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇതാ കണ്ടോ. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഇത് ചിക്കനാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു പോർക്ക് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ്റെ കൂട്ടത്തിൽ പോർക്കും ഉണ്ടാവും. ഇത് ചിക്കനാണ്. ചെറിയ മഴ ഉണ്ടാവുമെന്ന് വെതർ പറയുന്നുണ്ട്. നോക്കണം, മഴ പെയ്താൽ പണി കിട്ടും. പക്ഷേ ഗോ വിത്ത് ഫ്ലോ ആണ്. ഇവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 പേരും ഞങ്ങളുടെ സെയിം ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തിരുന്നവരാണ്. അവരും ഇന്ന് ചെക്കൗട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ലേഡീസാണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതും സ്കൂട്ടറൊക്കെ ഓടിച്ച് സാധനങ്ങളൊക്കെ വേറെ ഷോപ്പുകളിലൊക്കെ നിൽക്കുന്നതൊക്കെ കൂടുതലും ലേഡീസാണ്. ഇവിടെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്, ഹാർഡ് ഏൺഡ് മണിയാണ് ഉള്ള ആൾക്കാരൊക്കെയാണ്. ഇവരെ തലയിൽ ഈ പുള്ളിയുടെ തലയിൽ തൊപ്പി കണ്ടോ, അതിവിടുത്തെ ബിസിനസ്സുകാരുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനെ ഒരു ക്യാപ്പ്. ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് സ്റ്റൈലാണ്, വിയറ്റ്നാമീസിൻ്റെ ഒരു ഒത്തൻറ്റിക് സ്റ്റൈൽ ഓഫ് കോസ്റ്റ്യൂമാണിത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേ എത്തി. അത് ഓയോടെയാണ്. ഞങ്ങൾ ക്യാബ് എടുത്തില്ല, സ്കൂട്ടർ തന്നെ എടുത്തു. ക്യാബിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾക്ക് ഗ്രാബിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റിസ്ക് എടുത്തില്ല. ചെക്കിങ് ടൈം 2 o'clock ആണ്. അറിയത്തില്ല, നോക്കട്ടെ. എയർലി ചെക്കിങ് സമ്മതിക്കെങ്കിൽ ബാഗൊക്കെ വെച്ചിട്ട് പയ്യെ പോകണം. ചെക്കിങ് ചെയ്തില്ല, പകരം ലഗേജ് ഇവിടെ കീപ്പ് ചെയ്യും. റൂം സെറ്റ് ആവുന്നതേ ഉള്ളൂ, റെഡി ആവുന്നതേ ഉള്ളൂ. സോ ഞങ്ങളിനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വൈകുന്നേരം ഇവിടെ വന്ന് ചെക്കിൻ ചെയ്യുന്നുള്ളൂ. ലഗേജ് ഇവിടെ എന്തായാലും കീപ്പ് ചെയ്യും. ബാക്കി ഫോർമാലിറ്റീസൊക്കെ കഴിയും. കോഫിയും ടീയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയേക്കാണ്. ഇവിടെ കയറിയിട്ട് നോക്കണം എന്താ കിട്ടുന്നതെന്നുള്ളത്. ഇത് എന്നാന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഏതായാലും അടുപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ എന്നാന്നോ. What is this? Black cigarette. ഓക്കെ. മുളയ്ക്കകത്താണ്ട് ഏതാണ്ട് കാണിച്ചു വെച്ചിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടോ, സത്യം പറയാമല്ലോ. എന്തായാലും ഇവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുത്തെ മെനു ഒക്കെ, പക്ഷെ ഇവിടെ ഫുഡില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നൊരു കോഫി എടുത്തിട്ട് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അതെ, ഒരു ബ്രഞ്ച് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു കോഫി കുടിക്കാമെന്നുള്ള പ്ലാനാണ്. കോഫി മാത്രമാക്കാം. ഞങ്ങളിലൊക്കെ ഒരു പ്രത്യേകത കേട്ടോ, ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ വെള്ളത്തിന് പകരം ലൈക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഐസ് ടീ തരും. വിത്തൗട്ട് ഷുഗറാണ്, ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഫ്ലേവേർഡ് ഐസ് ടീ ആണ്. പുള്ളിയോട് ചോദിച്ചത് എങ്ങനെയാണ് സ്മോക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ പുള്ളി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. വിൽ ഷോ മീ. എന്തൊരു പൊടി, ഇതിൽ ടൊബാക്കോ പോലെ ആയിരിക്കും. അതിങ്ങനെ എടുത്തിട്ട്
അതിനകത്ത് വയ്ക്കും. ആള് ചുമക്കുന്നൊക്കെ കേട്ടോ, ഒന്ന് വലിച്ചത് ആള്. സെക്കൻഡ് ടൈം ഞാൻ ചോദിച്ചോണ്ടാണ്. അവിടെ ലൈറ്റ് ചെയ്യും. ലൈറ്റ് ചെയ്തു. എന്നിട്ട് ആ ബാംബൂ സ്റ്റിക്കിൽ വലിക്കും. ഓ അടിപൊളി. How is it? Oh, thank you. എക്സ്ട്രാ ഹോട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അവരോട്. ഇവിടെ ചൂട് കുറവായിരിക്കും, പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, നിറയെ ക്ലാസ്സുകൾ. ഞങ്ങളൊരു കഫേ അപ്പാർട്ട്മെൻറ്റിൽ വന്നേക്കാണ്. ഇവിടെ നിറയെ കഫേയാണെന്ന് തോന്നുന്നു ഈ ബിൽഡിങ് നിറച്ച്. ഇതുപോലെ കയറിയൊക്കെ അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കാണാൻ കുറച്ച് ഭംഗിയുള്ളൊരു കഫേയാന്ന് തോന്നുന്നു. ബിൽഡിങ് കാണാൻ വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ കഫേ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഡൗൺ ടൗൺ സ്റ്റേക്ക് ഹൗസ് എന്നാണ് എഴുതിയേക്കണേ. കോക്കനട്ട് കോഫി, ചീസി ഗാർലിക് ബ്രെഡ്, ഏതാണ്ടൊക്കെ മെനു ഉണ്ട്. സ്റ്റേക്ക് ഹൗസിന് സ്റ്റേക്ക് ഹോൾ കഫേയുടെ ഡൗൺ ടൗൺ സ്റ്റേക്ക് ഹൗസിൻ്റെ മെനു ഞങ്ങൾ ഓൾറെഡി ഒരു സംഭവം പറഞ്ഞു. ഞാനൊരു ചിക്കൻ സാലഡാണ് പറഞ്ഞത്. അനസക്ക ചിക്കൻ സ്റ്റേക്ക് വിത്ത് റൈസ് ആണെന്ന് അതെ അതാ പറഞ്ഞത്. ഞാൻ പിന്നെ മറ്റേ ഒരിടത്തേ കോക്കനട്ട് കോഫി കണ്ടു. അതൊന്ന് പറ്റുമോ നോക്കട്ടെ. റേറ്റൊക്കെ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഐ സ്റ്റിർ ഇറ്റ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത വൈറ്റ് കോഫിയാണ്. ഇവർ പറയുന്നത് സജസ്റ്റ് ചെയ്തതാണ്, ട്രൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. വിയറ്റ്നാമീസ് വൈറ്റ് കോഫി ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ സ്റ്റിർ ചെയ്യാനാണ് പറഞ്ഞത്. നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് കുടിക്കാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി കേട്ടോ. ആള് ഭയങ്കര ബിസിയാണ്. രാവിലെ തൊട്ട് മുഖം ഇങ്ങനെയാണ്. ചിക്കൻ സാലഡ് വന്നിട്ടുണ്ട്, കഴിക്കട്ടെ കേട്ടോ. സാലഡ് കഴിച്ചൊരു വഴിക്ക് എത്തിയപ്പോൾ അനസക്കാട് സ്റ്റേക്ക് വിത്ത് റൈസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അതും ഒരു യുദ്ധം നടത്തണം. ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു സൂപ്പാണിത്. ഫോ തന്നെയാണ്, വെജിറ്റബിൾ ആണെന്നുള്ളൂ. സോസ്, ചിക്കൻ, വെജിറ്റബിൾ, റൈസ്. ഫുഡ് കഴിച്ചത് 2,75,400 കേട്ടോ. അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യൻ മണിയുടെ 900 സംതിങ് അത്രേ വരുള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ പൊറോട്ട കഴിച്ചില്ലേ, അതൊരു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിപ്പോയി. ബൈ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അനസക്ക ആദ്യം തന്നെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല, അനസക്ക ബിസിനസ് മോഡാണ്. അപ്പോൾ പുള്ളിക്ക് ഇതൊരു കഫേ അപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ബിൽഡിങ്, എൻറ്റയർ ബിൽഡിങ് മൊത്തം കഫേസാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് ലിഫ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് മൊത്തം കയറി ഇറങ്ങാറുണ്ട്. ഞാൻ പറഞ്ഞു, മോൻ പോയിക്കോ, ഞാൻ പയ്യെ താഴെ വണ്ടി പാർക്ക് ചെയ്തിടത്ത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് നേരം റോം ചെയ്തിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാ നിൽക്കുന്നു ആശ. ഇത് ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതല്ല, ഇവിടെ കുറേ നെയിലുണ്ടല്ലോ. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം ഉണ്ട്. നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ തായ്ലൻഡിൽ മസാജ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ മസാജ് പാർലേഴ്സ് ഉണ്ട്. മസാജ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, അതിൻ്റെ കൂടത്തിൽ ഇവർ എഴുതി വെച്ചേക്കുന്നത് മസാജ്, നെയില്, പെഡിക്യൂർ, കുറച്ചുകൂടെ ബ്യൂട്ടി സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ
അതൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ മസാജ് ട്രൈ ചെയ്തു. ഒരു ഫുഡ് മസാജ് ഞങ്ങൾ എടുത്തായിരുന്നു വന്ന ആദ്യത്തെ ദിവസം. പിന്നെ ഒന്നും ചെയ്തില്ല. അതാണ് സംഭവം. ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്നിടത്തിൽ നിന്നോളാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചേച്ചി വാഫിൾസ് വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചേച്ചീനെ കാണുന്നില്ല, എവിടെ പോയോ? ഞാൻ അതായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങോട്ടേക്ക് മാറിയിരുന്നു കേട്ടോ, വെയിൽ കാരണമാണെന്ന് തോന്നുന്നു. എനിക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. നേരത്തെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പാവ എനിക്ക് സെറ്റാക്കി തന്നായിരുന്നു. ഓ, ഇത് പാൻ കേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. പാൻ കേക്കും വാഫിൾസൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ക്യാപ്പ് കണ്ടോ? ക്യാപ്പൊന്ന് വെക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടുമായിരുന്നു. നല്ലതായിരുന്നു. തരും തോന്നല്ല. വാട്ട് ഈസ് ദിസ്? ഓ, ബനാന. ഓ, ഇത് പഴമാണ് കേട്ടോ, പഴം. ഓക്കെ, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ലേ വാഫിൾസ്, അതാണ് സംഭവം. മറ്റേത് പാൻ കേക്ക്. ഹൗ വിൽ വി ഈറ്റ് ദിസ്? 30,000. അതല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചത് അതല്ല. എങ്ങനെ കഴിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളിക്കാരത്തി എൻ്റെ റേറ്റാണ് പറഞ്ഞത്. നോക്കട്ടെ കേട്ടോ, ചുമ്മാ കഴിക്കണം. ഒരു പുള്ളി വാങ്ങിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഉണ്ടാക്കുന്ന പുള്ളിക്കാരത്തിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. പുള്ളി എന്നോട് പറഞ്ഞു ആ പാൻ കേക്ക് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഞാൻ പയ്യെ ട്യൂൺ ചെയ്ത് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. യോ ഫ്രം സൗത്ത് ആഫ്രിക്ക റൈറ്റ്? അനസൊക്കെ വരുമ്പോഴേക്ക് ഞാനിവിടെ വല്ല ബോയ് ഫ്രണ്ടിനെ സെറ്റ് ആക്കുന്ന തോന്നണ. നൈസ്. അപ്പം ഞാൻ പയ്യെ ഈ പുള്ളിക്കാരത്തിൻ്റെ അടുത്തുനിന്ന് ഒരു പാൻ കേക്ക് അങ്ങ് വാങ്ങിക്കാമല്ലേ, അയാൾ പറഞ്ഞല്ലേ. എനിക്ക് ആ ബനാന എങ്ങനെ കഴിക്കണേന്ന് അറിയാൻ പാടില്ല. പുള്ളിക്കാരത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ പാൻ കേക്ക്, ആ പുള്ളി നമ്മുടെ സൗത്ത് ആഫ്രിക്കക്കാരൻ പറഞ്ഞതുപോലെ പാൻ കേക്ക് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനതൊന്ന് വാങ്ങിക്കുവാണേ. 30,000 right? I'll give you 30,000. Let me check if I have 10, 15. ഓക്കെ, അവരെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാൻ പിന്നെ ഈ ബനാന എന്നാന്ന് ചോദിച്ചോണ്ട് അത് അടിപൊളിയാ. എനിക്ക് പാൻ കേക്ക് വേണ്ട, ബനാന മതി. ഇറ്റ്സ് നൈസ്. ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനൊരു സ്വീറ്റ് ബനാന ചിപ്സ് ഫാനാണ്. അപ്പോൾ ഇതിന് ആ ഒരു ഏകദേശം ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നൈസായിട്ട് പാൻ കേക്ക് മാറ്റി ഈ ബനാന വാങ്ങി. അടിപൊളി. കുറേ നേരം അനസക്കാനെ വെയിറ്റ് ചെയ്തോടെ നിൽക്കണം എന്ന് അറിയാൻ പാടില്ല. പുള്ളി ഈ ബിൽഡിങ് മൊത്തം കണ്ടുവരുമ്പോൾ എന്തോരം നേരം എടുക്കുമോ എന്തോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സ്ഥലമില്ലല്ലോ. നോക്കട്ടെ കേട്ടോ. 7-Eleven ഇല്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ലൈക്ക് സിംഗപ്പൂർ, തായ്ലൻഡ് ഒക്കെ ഉണ്ടല്ലോ 7-Eleven. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ടതാട്ടോ സർക്കിൾ കെ. ഇവിടെ കുറേ സ്ഥലത്തുണ്ട്. 7-Eleven ഉണ്ട് കേട്ടോ. ഇതും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രോസറി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇതന്നെ ബ്രെഡും സാധനങ്ങളൊക്കെ കിട്ടും. ജ്യൂസ്, മറ്റേ ലിക്കറൊക്കെ കിട്ടും. സെയിം 7-Eleven. പിന്നെ ഇവിടുത്തെ ഏതാണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെ ഒന്നും പേര്. നോ ഐ ഡോണ്ട് ടേക്ക്. ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എടുക്കരുതെന്നാണ് എന്തോ പറഞ്ഞത്. എന്താണ് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടവും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ബഗ്ഗിയാണേ. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു ട്രാവല്, ബ്രിങ് കംഫർട്ട് ടു യുവർ ട്രാവൽ, ചെക്ക് ഇൻ ഹോച്ചിമിൻ സിറ്റി. ഓക്കെ, ഇതിലിവർ സിറ്റിയൊക്കെ ടൂർ അടിക്കുമെന്ന് തോന്നുന്നു. സിറ്റി ടൂർ ഉണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കട്ടെ. ഹൈ, ഇൻ ദിസ് ബഗ്ഗി യു വിൽ ഡു സിറ്റി ടൂർ റൈറ്റ്? ഓക്കെ. സിറ്റി ടൂർ ഉണ്ട് കേട്ടോ ഇവര്. 30 minutes, 250 Vietnam dollars. I mean 2,50,000. Okay, maximum 7 passengers. Okay. The buggy service ആണ്. Thank you. Okay.
വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഫിയാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കോഫിക്ക്. ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സ്ഥലത്തും കാർഡ് എടുക്കില്ല. പിന്നെ നല്ല ഫുഡ്, നല്ല റീസണബിൾ ആയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണോന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഉണ്ട്, ഇഷ്ടംപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എല്ലാവരും പറയുന്നത് വിയറ്റ്നാം ഈസ് ഓൾവേസ് സ്പെഷ്യൽ ഫോർ ഫുഡ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ആർ അവൈലബിൾ എന്നാണ് പറയുന്നത്. ആണ്, ശരിക്കും കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റണ്ടേ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോർക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എൻ്റെ കിളി മൊത്തം പോകും. പിന്നെ ഞാനൊന്നും കഴിക്കത്തില്ല. പോർക്ക് സെർവ് ചെയ്യുന്ന എനിക്കറിയത്തില്ല തന്നെ അത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായി പോയി. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ എന്താ മൊത്തത്തിൽ വേറെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇപ്പം ഇവിടുത്തെ സിറ്റിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. തായ്ലൻഡ് പോലെയല്ല, തായ്ലൻഡിന് അത്രയും ഫ്രീഡം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയൊന്നും ഇല്ല. എങ്കിൽ പോലും നല്ല ഫ്രീഡം ഒക്കെയുള്ള, നല്ല റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സിറ്റിയാണ്. കണ്ടിട്ടുണ്ടോ ഈ തലയിൽ ഈ ക്യാപ്പുണ്ട്. എനിക്കൊന്നും ഇവിടുത്തെ വെയിൽ കൊള്ളാതെ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത്ര വെയിലൊന്നും ഇല്ല കേട്ടോ. ക്ലൈമറ്റൊക്കെ നോർമൽ, നമ്മുടെ നാട്ടിലേക്കാളും ചൂട് കുറവാണ്. ഇപ്പോൾ സമയം ഒരു 1 മണി 2 മണി ടൈമൊക്കെയാണ്. എന്നാലും അത്രയും വലിയ ചൂടൊന്നുമില്ല. നല്ല ക്ലൈമറ്റാണ്. ഈ അനസക്ക വരുമെന്ന് തോന്നുള്ളല്ലോ. കുറേ നേരമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കണു. പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞേ, ഇവിടുത്തെ ലേഡീസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഡോൾസിനൊക്കെ പോലെ ഇവിടെയുള്ള പെൺകുട്ടികൾ ഇരിക്കുന്നത്. ആണുങ്ങളും ഒരു ഫെമിനൈൻ ലുക്കൊക്കെയാണ്. പിന്നെ ഇവിടെ ഗേസ് കൂടുതലാണല്ലോ. ലൈക്ക് എന്താ പറയുക, ഗേസാണ് കൂടുതൽ. പിന്നെ പക്ഷെ ആണുങ്ങൾക്കൊക്കെ ഒരു ഫെമിനൈൻ ലുക്കാണ്. സ്കിന്നൊക്കെ ഒരു പെണ്ണുങ്ങളുടെയൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ നടക്കുമ്പോൾ അവരുടെ ഡ്രസ്സിങ് ഒക്കെ ആണല്ലോ നല്ല അടിപൊളി ഡ്രസ്സിങ് ഒക്കെയാണ്. ലൈക്ക് ഇപ്പോൾ ഭയങ്കര ക്വാളിറ്റി ക്ലോത്ത്സും നല്ല ഷൂ ഒക്കെ ഇട്ട് വെൽ ഡ്രസ്ഡാണ്. ശരിക്കും ഒരു ഡോളിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ. നമ്മുടെയൊക്കെ അഹങ്കാരം അങ്ങോട്ട് തീരും. നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും. കുറേ നേരമൊക്കെ ഞാൻ ഐലയിലൊക്കെ നിൽക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വാക്ക് ചെയ്യാണ്. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ പുള്ളിക്ക് ഞാൻ കൊടുത്തിരുന്ന, ലൈക്ക് എൻ്റെ കയ്യിൽ ഫോണില്ല. ലൈക്ക് ഫോണ് സിം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ. സോ ഞാൻ പറഞ്ഞ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ ചേച്ചിയാണ്. നമ്മുടെ വാഫിൾസ് വെക്കുന്ന ഈ ബനാനയൊക്കെ വാങ്ങിയില്ലേ, ആ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ 2 സൈഡിലുമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും പയ്യെ ഒന്ന് ഇരിക്കട്ടെ, എൻ്റെ കാല് വേദന എടുക്കുന്നത്. പുള്ളി വരുമ്പോൾ വരട്ടെ. ഓക്കെ.